ഒടുവിൽ ട്രംപിന്റെ വലിയ സ്വപ്നത്തിന് ഭാഗികമായി ഒരു വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. വ്യാപാര കരാർ ഇന്ത്യയുമായി ഒപ്പുവെക്കാൻ കഴിഞ്ഞ കുറെ കാലമായി ട്രംപ് ശ്രമിക്കുന്നതാണ്. മാസങ്ങളായിട്ട് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാരും അമേരിക്കയിലെ ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ചർച്ച നടത്തി. ഒടുവിൽ കരാറിന് അന്തിമ രൂപമായിരിക്കുന്നു. അത് അടുത്ത ദിവസം തന്നെ ഒപ്പുവെക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇരു രാജ്യത്തിനും ദോഷമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കരാർ എന്ന് തന്നെ പറയേണ്ടി വരും. അതിൽ പ്രധാനം ഒന്ന്, കാർഷിക വിപണി. ഈ വിപണിയിൽ ചോളം ഉൾപ്പെടെ സോയാബീൻ ഉൾപ്പെടെയുള്ള മേഖലയിൽ കടന്നു കയറാനായിരുന്നു അമേരിക്ക ആഗ്രഹിച്ച്. ഇതിനുവേണ്ടി ട്രംപ് കടുംപിടുത്തം പിടിച്ചിരുന്നു. പക്ഷേ അത് ഇന്ത്യ അനുവദിച്ചിട്ടില്ല. പരിമിതമായ പ്രവേശനം അനുവദിച്ചു. അതായത് പ്രധാന വിളകളിലൊന്നും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കടന്നു കയറാൻ കഴിയില്ല. പരിമിതമായ ഒരു കാർഷിക വിപണിയിൽ കടന്നു കയറാൻ കഴിയും. അത് എല്ലാ രാജ്യങ്ങൾക്കുമായി തുറന്നു കൊടുത്ത വിപണി തന്നെയാണ്. ആ വിപണിയിലേക്ക് അമേരിക്കയ്ക്ക് ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. രണ്ടാമത്തേത്, US-ലേക്കുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% അടിസ്ഥാന താരിഫ്, അതായത് ഇന്ത്യയിൽ നിന്ന് US-ലേക്ക് കയറ്റുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% അടിസ്ഥാന താരിഫിന് ധാരണയായിട്ടുണ്ട്. ഇത് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒന്ന് തന്നെ ആയിരിക്കും. അല്ലാതെ കാറ് കയറ്റി അയക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കയറ്റി അയക്കുമ്പോഴോ വ്യത്യസ്തമാകില്ല. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും അടിസ്ഥാന താരിഫ് 10% ആയിരിക്കും. പക്ഷേ ഇത് 11.5% ആക്കണം എന്നാണ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ അന്തിമഘട്ടത്തിൽ നടക്കുന്നത്. മൂന്നാമത്തേത്, പാൽ ഉൽപാദന മേഖല പൂർണ്ണമായി വേണമെന്നായിരുന്നു ട്രംപ് ആവശ്യപ്പെട്ട പ്രധാന കാര്യം. പക്ഷെ അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു. പാൽ ഉൽപാദന മേഖലയിലേക്ക് നോ എൻട്രി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ അമേരിക്കയ്ക്ക് വിതരണം ചെയ്യുക, അതായത് പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ, പാക്കറ്റ് പ്രൊഡക്റ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ വിപണിയിലേക്ക് ഇറക്കാൻ കഴിയും. പക്ഷെ പാലോ പാൽപ്പൊടിയോ പാലുൽപ്പന്നങ്ങളോ ഒന്നും തന്നെ കഴിയില്ല. കാരണം അത് ഇന്ത്യയുടെ കരുത്താണ്. നമ്മളതിൽ ലോകത്ത് തന്നെ 1-ാം നമ്പറായി നിൽക്കുമ്പോൾ ഇവിടേക്ക് അത് അനുവദിക്കില്ല എന്ന് ഇന്ത്യ നേരത്തെ പറഞ്ഞു. അത് ഇന്ത്യയുടെ ആ ഒരു വാദഗതി തന്നെയാണ് ഇപ്പോൾ ഈ കരാറിൽ ഉള്ളത്. നാലാമത്തെ പ്രധാന കാര്യം, ഇത് ഇരു രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. ഓട്ടോമൊബൈലുകൾക്ക് ഒരു ഏകീകൃത താരിഫ്, ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതിനും അവിടുന്ന് വരുന്നതിനുമൊക്കെ ഒരു ഏകീകൃത താരിഫ്. ഈ താരിഫ് വരുന്നതോടുകൂടി ഓട്ടോമൊബൈൽ രംഗം സജീവമാകുകയും ഓട്ടോമൊബൈൽ ഓഹരികൾക്ക് വലിയ കുതിപ്പുണ്ടാകുകയും ചെയ്യും. അതായത് ഇരു രാജ്യങ്ങളിലുമുള്ള വാഹന നിർമ്മാതാക്കളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ് ഏകീകൃത താരിഫ് അതിൽ വരുന്നു. ഭാവിയിൽ ഒരു ഫ്രീ ട്രേഡിംഗ് കരാറിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ കരാർ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതായത് UK-യുമായി ഇപ്പോൾ ഇന്ത്യ ഒപ്പുവെച്ച കരാറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങൾക്ക് നികുതി ചുമത്താതെ ഒരു ഫ്രീ ട്രേഡിംഗ്, അതിനേക്കുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ 100-ാം ദിവസം ആഘോഷിക്കുമ്പോൾ പറയാനെങ്കിലും ഒരു കരാറായിരിക്കുന്നു. ആ കരാറിൽ ഇന്ത്യ മുൻപോട്ട് വെച്ച ഇന്ത്യയുടെ നിലപാടുകളെല്ലാം തന്നെ പാലിച്ചുകൊണ്ടുള്ള ഒരു കരാറാണ്. ഇതിൽ അമേരിക്കയ്ക്കും വലുതായി ക്ഷീണം ഒന്നും തന്നെയില്ല. ഇത് രണ്ട് കാര്യങ്ങൾക്കായിരുന്നു തുടക്കം മുതൽ ട്രംപ് വാശി പിടിച്ചിരുന്നത്. ഒന്ന്, ഇന്ത്യയുടെ പാലുൽപാദന മേഖലയിൽ കടന്നു കയറുക, മറ്റൊന്ന് കാർഷിക മേഖലയിലേക്ക്. ഇത് രണ്ടും ഇന്ത്യ അനുവദിച്ചതുമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.